ഫിഫ വേൾഡ് കപ്പിൽ അരങ്ങേറിയ മറ്റൊരു ആവേശകരമായ മത്സരം കൂടി ഇന്ന് ഫുട്ബോൾ ലോകത്തിന് കാണുവാൻ സാധിച്ചു. യൂറോപ്യൻ ഫുട്ബോളിന്റെ കരുത്തും ഏഷ്യൻ ഫുട്ബോളിന്റെ വേഗതയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ലഭിച്ചത് ഒരു അതിഗംഭീര പോരാട്ടമായിരുന്നു. നെതർലാൻഡ്സും ജപ്പാനും തമ്മിലുള്ള മത്സരം അത് അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡ് 2-2 എന്ന സമനിലയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ സ്കോർ മാത്രം കണ്ടാൽ മത്സരത്തിന്റെ യഥാർത്ഥ കഥ മനസ്സിലാവില്ല. കാരണം ഈ 90 മിനിറ്റിനുള്ളിൽ തന്ത്രപരമായ മാറ്റങ്ങളും വ്യക്തിഗതമായ മികവുകളും അതിശയകരമായ രക്ഷപ്പെടുത്തലുകളും നിരവധി അവസരങ്ങളും ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ മത്സരത്തിന്റെ തുടക്കം മുതൽ അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുകയാണ്. മത്സരത്തിന് മുമ്പ് ഇരു ടീമുകൾക്കും ഈ മത്സരം വളരെ നിർണായകമായിരുന്നു. കാരണം നെതർലാൻഡ്സിന് അവരുടെ യൂറോപ്യൻ കരുത്ത് തെളിയിക്കണമായിരുന്നു. അപ്പോൾ തന്നെ ജപ്പാന് ലോകത്തിന്റെ മുമ്പിൽ വീണ്ടും തങ്ങളുടെ വളർച്ച വെളിപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. അടുത്ത ഘട്ടത്തിലേക്കുള്ള സാധ്യതകൾ പരിഗണിക്കുമ്പോൾ ഒരു പോയിന്റെങ്കിൽ ആ ഒരു പോയിന്റ് പോലും വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും ആക്രമണ മനോഭാവത്തിലാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. നെതർലാൻഡ്സ് 4-3-3 ഫോർമേഷനിലാണ് കളിച്ചത്. അവരുടെ വാൻ ഡൈക്ക് ആയിരുന്നു പ്രതിരോധ നിരയെ നയിച്ചത്. ഡിയോങ് മധ്യനിരയുടെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ഗാക്പോയും സമ്മർവില്ലും വിങ്ങുകളിലൂടെ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകി. ഡച്ച് ടീമിന്റെ പ്രധാന ലക്ഷ്യം ബോൾ പൊസിഷൻ നിലനിർത്തി ജപ്പാനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ജപ്പാനാകട്ടെ 3-4-2-1 ഫോർമേഷനുമായിട്ടാണ് ഇറങ്ങിയത്. ഇത് ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ സഹായിക്കുന്ന രീതിയായിരുന്നു. ഖൂബോയും ഖമാദയും അവരുടെ ചുമതല ഭംഗിയായി നിർവഹിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ജപ്പാന്റെ മുന്നേറ്റ താരം മയേദയുടെ വേഗത നെതർലൻഡ്സിന് വലിയൊരു ഭീഷണിയായി മാറുകയും ചെയ്തു. ജപ്പാന്റെ പ്രതിരോധത്തിൽ തനിഗുച്ചിയും വദനബയും മികച്ച ഏകോപനത്തോടുകൂടി കളി മുൻപോട്ട് നീക്കി. മത്സരം ആരംഭിച്ചതോടുകൂടി ജപ്പാൻ അപ്രതീക്ഷിതമായി മുൻപോട്ട് കയറി ആക്രമിക്കുവാൻ തുടങ്ങി. പലരും കരുതിയത് നെതർലൻഡ്സ് പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ജപ്പാൻ അവരുടെ ഹൈ പ്രസിംഗ് തന്ത്രം ഉപയോഗിച്ച് ഡച്ച് താരങ്ങളെ നിരന്തരം അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരുന്നു. അക്കാരണത്താൽ ഡിയോങ്ങിന് സ്വതന്ത്രമായി പന്ത് പാസ് ചെയ്യുവാൻ പോലുമുള്ള അവസരം ലഭിച്ചില്ല. കളിയുടെ മുന്നേറ്റത്തിനിടയിൽ ഖുബോയുടെ ഡ്രിബിളിങ്ങും മയേദയുടെ ഓട്ടവും ഡച്ച് പ്രതിരോധത്തിന് വലിയ തലവേദനയായി മാറി. എന്നാൽ ജപ്പാന്റെ സമ്മർദ്ദം അതിജീവിച്ചതിന് ശേഷം നെതർലാൻഡ്സ് ക്രമേണ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ഗാക്ബോ ഇടതുവിങ്ങിലൂടെ നിരവധി മുന്നേറ്റങ്ങൾ നടത്തി. അപ്പോൾ തന്നെ ഡംഫ്രീസ് ആക്രമണത്തിലേക്ക് കയറി സഹതാരങ്ങൾക്ക് പരമാവധി സഹായവും നൽകി. സമ്മർവിൽ തന്റെ വേഗത ഉപയോഗിച്ച് ജപ്പാന്റെ വലിയ പ്രതിരോധം തകർക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവസാനത്തെ പാസുകളുടെ കൃത്യത അത് തീരെ കുറഞ്ഞു പോയതുകൊണ്ട് പലതും ഗോളായി മാറിയില്ല. കളിയുടെ ആദ്യ പകുതിയിൽ നെതർലാൻഡ്സ് താരം ഗാക്പോയുടെ മികച്ച ഒരു ഷോട്ട് ജപ്പാൻ ഗോൾ കീപ്പർ സുസുക്കി അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു. ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ച് കളിച്ചുവെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. മത്സരത്തിൽ ആധിപത്യം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മത്സരത്തിൽ ജപ്പാൻ കൂടുതൽ സംഘടിതരായി കാണപ്പെട്ടപ്പോൾ നെതർലാൻഡ്സ് വ്യക്തിഗത നിലവാരത്തിൽ അപകടകരമായി മാറിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ ഗോൾ വരും എന്നുള്ളത് വ്യക്തമായിരുന്നു. ആ കണക്കുകൂട്ടൽ പിഴച്ചില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നെതർലാൻഡ്സ് ഗിയർ മാറ്റി കൂടുതൽ ആക്രമണ മനോഭാവത്തോടെ അവർ ജപ്പാന്റെ പ്രതിരോധ കോട്ടയെ ആക്രമിച്ച് അകത്ത് കയറി. തുടർന്ന് ജപ്പാൻ പ്രതിരോധത്തെ അവർ സ്ഥിരമായി സമ്മർദ്ദത്തിലാക്കി. അതിന്റെ ഫലം അധികം വൈകാതെ തന്നെ നെതർലാൻഡ്സിന് ലഭിക്കുകയും ചെയ്തു. 51-ാം മിനിറ്റിൽ ലഭിച്ച കോർണറിൽ നിന്നാണ് ആദ്യ ഗോൾ പിറന്നത്. വാൻ ഡൈക്ക് തന്റെ ഉയരവും ശക്തിയും ഉപയോഗിച്ച് തൊടുത്തുവിട്ട ഹെഡറിന് മുമ്പിൽ ജപ്പാൻ പ്രതിരോധത്തിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അസാധാരണമായ മികവ് ഗോൾ വലയ്ക്ക് മുമ്പിൽ നിരന്തരം പുലർത്തി പോന്ന ജപ്പാന്റെ ഗോൾ കീപ്പർ സുസുക്കിക്ക് ഒരവസരം പോലും അവിടെ ലഭിച്ചില്ല. സ്കോർ 1-0. ഈ ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റും എന്ന ആരംഭത്തിൽ തോന്നി. പക്ഷെ ജപ്പാൻ തളർന്നില്ല. അവരുടെ ആത്മവിശ്വാസം ഒട്ടും തന്നെ കുറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 57-ാം മിനിറ്റിൽ ജപ്പാന്റെ വക അത്ഭുതം സംഭവിച്ചു. സ്കോർ ബോർഡ് 1-1. ഡച്ച് പ്രതിരോധത്തിലെ ചെറിയ ആശയക്കുഴപ്പം അയാൾ വളരെ കൃത്യമായി മുതലെടുത്തു. സമനില കൈവന്നതോടുകൂടി മത്സരം വീണ്ടും ആവേശകരമായി മാറി. ഈ സമയത്ത് ടക്കേഫുസ ഖുബോയുടെ പ്രകടനം അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. പന്ത് കൈവശം കിട്ടുമ്പോഴെല്ലാം അയാൾ അപകടം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ ട്രിബിളിങ്, സ്പീഡ്, വിഷൻ എല്ലാം അത്യുജ്വലമായിരുന്നു. ജപ്പാന്റെ പല ആക്രമണങ്ങളുടെയും തുടക്കം ഖുബോയിൽ നിന്നായിരുന്നു. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 64-ാം മിനിറ്റിൽ വീണ്ടും നെതർലാൻഡ്സ് മുൻപിലെത്തി. ഈ തവണ നായകൻ സമ്മർവിലായിരുന്നു വ്യക്തിഗത മികവിലൂടെ പ്രതിരോധത്തെ മറികടന്ന് ഗോൾ നേടിയത്. അതും ഒരു ലോകോത്തര ഫിനിഷിംഗ്. സ്കോർ ബോർഡ് 2-1. ഈ സമയത്ത് നെതർലൻഡ്സ് വിജയത്തിലേക്ക് നീങ്ങുന്നതായി തോന്നി. ഗാലറികളിൽ ആവേശ പെരുമഴ പെയ്തിറങ്ങുകയാണ്. പാട്ടും ആട്ടവും നൃത്തവും എല്ലാം അങ്ങനെ മുൻപോട്ട് നീങ്ങുമ്പോൾ
ഇനി ജപ്പാന് ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല എന്ന് ഏവരും പ്രതീക്ഷിച്ചു. ജാപ്പനീസ് ആരാധകരുടെ മുഖത്ത് നിരാശ വരച്ചു വെച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ കളിക്കളത്തിൽ ജപ്പാൻ താരങ്ങൾ ഒരിക്കലും മത്സരം കൈവിട്ട് കളയുവാൻ തയ്യാറായില്ല. അവസാനത്തെ 20 മിനിറ്റിൽ അവർ കൂടുതൽ ആക്രമണാത്മകമായി. മധ്യനിരയിൽ ഖമാദ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. സനോയും ഖുബോയും നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഡച്ച് പ്രതിരോധം പതിയെ സമ്മർദ്ദത്തിലാകുവാൻ തുടങ്ങി. ഈ സമയത്ത് ജപ്പാൻ ഗോൾ കീപ്പർ സിയോൺ സുസുക്കി വീണ്ടും തിളങ്ങി. ഗാക്പോയുടെ മാരകമായൊരു അറ്റംപ്റ്റ് അദ്ദേഹം തടുത്തു. ബോക്സിലേക്ക് വന്ന നിരവധി ക്രോസുകൾ ആത്മവിശ്വാസത്തോടു കൂടി അയാൾ കൈകാര്യം ചെയ്തു. ഒരു ഗോൾ കീപ്പർ എന്നതിലുപരി ഒരു നേതാവിനെ പോലെയായിരുന്നു അദ്ദേഹം ഇന്ന് കളിച്ചത്. ആ മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ജപ്പാൻ ഇന്ന് കൂടുതൽ ഗോളുകൾ വഴങ്ങുമായിരുന്നു. ഒടുവിൽ കളി അവസാനിക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 88-ാം മിനിറ്റിൽ ജപ്പാൻ കാത്തുവച്ചിരുന്ന ആ നിമിഷം വന്നെത്തി. ജപ്പാനു വേണ്ടി ഡൈച്ചി ഖമാദ സമനില ഗോൾ നേടിയെടുത്തു. അത് വെറും ഒരു ഗോൾ മാത്രമായിരുന്നില്ല, ജപ്പാന്റെ മുഴുവൻ പരിശ്രമത്തിനുമുള്ള പ്രതിഫലമായിരുന്നു. സ്കോർ ബോർഡ് 2-2. അതോടെ സ്റ്റേഡിയം മുഴുവനും ആവേശത്തിലായി. അത്രയും സമയം മുഖത്ത് മ്ലാനത വരച്ചു വെച്ചിരുന്ന ആരാധകർ മുഴുവനും ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തി. സമനിലയിൽ പിരിയേണ്ടി വന്നു എങ്കിലും ജാപ്പനീസ് ആരാധകരെയും ജപ്പാൻ ടീമിനെയും സംബന്ധിച്ചിടത്തോളം ഈ സമനില അവർക്ക് വിജയത്തിന്റെ മധുരമായിരുന്നു സമ്മാനിച്ചത്. ഈ മത്സരത്തിൽ നെതർലാൻഡ്സ് വലിയ ചില പിഴവുകൾ വരുത്തി. ആദ്യം മുന്നിലെത്തിയ ശേഷം അവർ കളി നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. രണ്ടാമത് ജപ്പാന്റെ വേഗത്തിലുള്ള കൗണ്ടർ ആക്രമണങ്ങളെ അവർക്ക് തടയുവാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തേത് അവസാന മിനിറ്റുകളിൽ മധ്യനിരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ വില എന്തെന്നാൽ അവർക്ക് വിജയകരമായി ലഭിക്കേണ്ട 3 പോയിന്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നത്തെ കളി കാണുമ്പോൾ ചിന്തിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കളിയുടെ വിശകലന വിദഗ്ധന്മാർ പല ആവർത്തി പ്രവചിച്ചു കഴിഞ്ഞു ഇക്കുറി കപ്പ് നേടുവാൻ പോകുന്ന രാജ്യം അത് നെതർലാൻഡ്സ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇന്നത്തെ പ്രകടനം ആവർത്തിച്ച് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കുവാൻ പോലും കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ജപ്പാനും പൂർണ്ണതയുള്ള പ്രകടനമൊന്നും ആയിരുന്നില്ല നടത്തിയത്. സെറ്റ് പീസ് പ്രതിരോധത്തിൽ ദൗർബല്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. വാൻ ഡൈക്കിന്റെ ഗോൾ അതിന്റെ തെളിവാണ്. ആദ്യ പകുതിയിൽ ലഭിച്ച ചില മികച്ച അവസരങ്ങൾ അവർ പാഴാക്കി. അവയൊക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മത്സരം അവർക്ക് ജയിക്കുവാൻ കഴിയുമായിരുന്നു. ഒടുവിലായി ഇങ്ങനെ പറയാം, ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞുവെങ്കിലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമായിരുന്നു. യൂറോപ്യൻ കരുത്തും ഏഷ്യൻ സയന്റിഫിക് ഫുട്ബോളും തമ്മിലുള്ള മികച്ചൊരു പോരാട്ടം. നെതർലാൻഡ്സ് അവരുടെ നിലവാരം തെളിയിച്ചപ്പോൾ ജപ്പാൻ അവരുടെ മനോവീര്യവും സംഘടനാശേഷിയും ലോകത്തിന്റെ മുമ്പിൽ കാട്ടിക്കൊടുത്തു. വേൾഡ് കപ്പിന്റെ തുടർന്നുള്ള മത്സരങ്ങളിൽ ഈ 2 ടീമുകളും മറ്റു പലർക്കും വലിയ വെല്ലുവിളി ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് നടന്ന ജപ്പാൻ നെതർലൻഡ്സ് പോരാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.